മന്ത്രിസഭായോഗം തീരുമാനിച്ചിരിക്കുകയാണ് ഷെറിനെ പുറത്തു വിടണം. ഇതിനു പിന്നിൽ ഗണേഷ് കുമാറിന് പങ്കുണ്ട്, വളരെ വ്യക്തമാണ്. ഗണേശൻ സ്ത്രീകളുമായിട്ട് അടുത്ത് ഇടപെടുകയെന്ന് പറഞ്ഞാൽ പറ്റൂ. അയ്യോ അങ്ങനെ പറഞ്ഞൂടാ. ശ്രീകൃഷ്ണനായ എന്റെ ഗുരു. ഈ മാന്യൻ സ്ത്രീ വിഷയത്തിൽ ഇതിനു മുമ്പ് അന്തസ്സുള്ള ഭർത്താക്കന്മാരിൽ നിന്ന് അടി വാങ്ങി കുപ്രസിദ്ധി നേടിയ ആളാണ്. എന്നെ അനുഗ്രഹിക്കണം. എനിക്ക് ബാലകൃഷ്ണപിള്ള സാർ എനിക്ക് എമൗണ്ട് തന്ന് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതിൽ ചില രക്തബന്ധത്തിന്റെ സാധ്യത കൂടിയുണ്ട്. സാധിക്കുന്നു, അത്ഭുതം തന്നെ. സമ്മതിക്കണം. പത്മശ്രീ കൊടുക്കേണ്ട ഐറ്റമാണ് അളിയാ. ഇങ്ങേരെയൊക്കെ അക്ഷരം തെറ്റിക്കാതെ കേരളത്തിലെ ഏറ്റവും വലിയ എന്ന് വിളിക്കാൻ തോന്നുന്നു. ഷെറിന്റെ ബെസ്റ്റി ആരാണ്? ഷെറിന്റെ ബെസ്റ്റിയാണ് ഗണേഷ് കുമാർ എങ്കിൽ ഷെറിന്റെ ലോക്കൽ ഗാർഡിയൻ ചെങ്ങന്നൂരിൽ തന്നെ ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. പണ്ടേ അറിയായിരുന്നു. ഒരു പാതിരായിക്ക് എന്റെ മുറി കയറി വന്നല്ലേ. സജി ചെറിയാനും പരാതിക്കാരിയും തന്റെ വീട്ടിൽ വെച്ച് കൂടിക്കാഴ്ച നടത്തിയെന്ന് ഫെന്നി ബാലകൃഷ്ണൻ. നീ വെളിയിലോട്ട് പോകാൻ ഞങ്ങൾ രണ്ടുപേരും സംസാരിക്കാൻ അങ്ങനത്തെ സംസാരം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് അദ്ദേഹം കുറച്ചു കഴിഞ്ഞപ്പോൾ സജി ചെറിയാൻ ഓടി വന്നുവെന്നും എന്താണെന്ന് ചോദിച്ചപ്പോൾ എന്തോ കണ്ട് പേടിച്ചതാ. ഇങ്ങനെ രണ്ട് മന്ത്രിമാരുടെ ഇടപെടലാണ്, ബെസ്റ്റിയുടെ ഇടപെടലും ലോക്കൽ ഗാർഡിയന്റെ ഇടപെടലുമാണ് ഷെറിന് അതിവേഗ ശിക്ഷ ഇളവിലേക്ക് നയിക്കപ്പെട്ടത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. തോന്നി അതങ്ങനെ വരൂ, അതങ്ങനെ സംഭവിക്കൂ. ശിക്ഷ ഇളവിനുള്ള ഫയൽ ജയിൽ ഉപദേശക സമിതിയുടെ ശുപാർശയോടെ ദ്രുതവേഗം മന്ത്രിസഭയ്ക്ക് മുന്നിലെത്തിയതും അനുകൂല തീരുമാനം എടുപ്പിച്ചതും ഈ നേതാവാണെന്നതിൽ സംശയമില്ല. കാരണം പടക്കങ്ങൾ എന്നും എന്റെ ഒരു വീക്ക്നെസ് ആണ്. എന്നെ അനുഗ്രഹിക്കണം. എവിടെ പെണ്ണിനെ കിട്ടിയാലും അവരുടെ പിറകെ പോകുന്ന ചില സുഖലോലുപന്മാർ നമ്മുടെ മന്ത്രിസഭയിലുണ്ട്. സൗന്ദര്യമുള്ള സ്ത്രീകളെ കാണുമ്പോൾ മന്ത്രിമാർക്ക് പോലും ഇളക്കം വരുന്നു എന്നതിന്റെ തെളിവാണ് ഷെറിന്റെ ജയിൽ മോൻ. ഈ ഇരുമ്പിന്റെ ചുരിദാർ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഒരെണ്ണം വാങ്ങിച്ചോളൂ. അവരുടെ ശിക്ഷ ഇളവ് ചെയ്തു കൊടുത്തതിൽ സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട രണ്ട് മന്ത്രിമാർക്ക് പങ്കുണ്ട്. അതിൽ ഒരു മന്ത്രി ബെസ്റ്റിയായ മന്ത്രിയായ ഗണേഷ് കുമാറാണ്. രണ്ടാമത്തെ മന്ത്രി ചെങ്ങന്നൂരിൽ നിന്നുള്ള ലോക്കൽ ഗാർഡിയനാണ് എന്ന് പറയുമ്പോൾ എവിടെ പെണ്ണിനെ കിട്ടിയാലും അവരുടെ പിറകെ പോകുന്ന ചില സുഖലോലുപന്മാർ നമ്മുടെ മന്ത്രിസഭയിലുണ്ട്. അവരൊക്കെ ഇങ്ങനെ ഒരാളെ കിട്ടിയാൽ വെറുതെ വിടില്ല. അതുകൊണ്ട് തന്നെ കളിച്ച്